പുസ്തക പ്രസാധനത്തിനും തുടക്കം കുറിച്ച് കേരള വിഷൻ. കേരള വിഷന്റെ പ്രസാധന സംരംഭമായ കേരള വിഷൻ പബ്ലിക്കേഷൻസ് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന പ്രവർത്തകൻ ഷംനാഥ് പുതുശ്ശേരിയുടെ ആദ്യ പുസ്തകം സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകളുടെ പ്രകാശനം നടന്നു. ആലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ പ്രകാശനം നിർവഹിച്ചു. അരൂർ MLA ദലീമ ജോജോ ഏറ്റുവാങ്ങി. കേബിൾ TV ബ്രോഡ്ബാൻഡ് രംഗത്ത് വൻ മുന്നേറ്റം നടത്തുന്ന കേരള വിഷന്റെ പുതിയ ചുവടുവയ്പ്പാണ് കേരള വിഷൻ പബ്ലിക്കേഷൻസ്. മാധ്യമപ്രവർത്തകൻ ഷംനാഥ് പുതുശ്ശേരിയുടെ ആദ്യ പുസ്തകം സംപ്രേഷണയോഗ്യമല്ലാത്ത കഥകൾ പ്രസിദ്ധീകരിച്ചാണ് കേരള വിഷൻ പുസ്തക പ്രസാധന രംഗത്തേക്ക് കടന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 18ാമത് സംരംഭക കൺവെൻഷനായ വിഷൻ സമ്മിറ്റ് ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശനം ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിച്ചു. അരൂർ MLA ദലീമ ജോജോ ഏറ്റുവാങ്ങി. കേരള വിഷൻ പബ്ലിക്കേഷൻസിന്റെ ആദ്യത്തെ പ്രസിദ്ധീകരണം സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ. ഗ്രന്ഥകാരൻ ഷംനാഥ് പുതുശ്ശേരി. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ. ആദ്യത്തെ കോപ്പി ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ദലീമ MLA. സംപ്രേഷണയോഗ്യമല്ലാത്ത കഥകളിലൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് മികച്ച ജീവിതാനുഭവം ഉണ്ടാകുന്നതെന്ന് വയലാർ ശരത്ചന്ദ്രവർമ്മ പറഞ്ഞു. അതേപോലെ ഇത്രയും പുസ്തകം വായിക്കുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഓരോരുത്തരുടെ അനുഭവം, അവരുടെ മനസ്സിനെ മധുരിപ്പിക്കുന്ന അനുഭവം ഇതുമായിട്ട് താതാത്മ്യം ചെയ്ത് പ്രാപിച്ച് ഇതിന് യോഗ്യതയില്ലാത്ത, സംപ്രേഷണത്തിന് യോഗ്യതയില്ലാത്ത ഒന്നാണെന്ന് വരുത്തി തീർക്കണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം. പക്ഷെ വായിക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ അത് സംപ്രേഷണം ചെയ്യാൻ പറ്റാത്ത, യോഗ്യതയില്ലാത്ത ഒരു കഥയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാവട്ടെ ഈ ബുക്ക്. സംസ്ഥാനത്തിന് അഭിമാനമായ കേരള വിഷൻ ജനകീയ മാധ്യമം കൂടിയാകുന്നുവെന്ന് തെളിയുകയാണെന്ന് MLA ദലീമ ജോജോ പറഞ്ഞു. കേരള വിഷൻ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന, നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന, സംസ്ഥാനത്തിന് തന്നെ അഭിമാനിക്കാവുന്ന മാധ്യമമാണ് നമ്മുടെ കേരള വിഷൻ. 35,000 ലക്ഷം കുടുംബങ്ങളിലേക്ക് എന്താ പറയുക എത്തുന്ന കേരള വിഷൻ ഒരു ജനകീയ മാധ്യമം കൂടിയാണ്. പുസ്തകത്തിന്റെ 100 കോപ്പികൾ വാങ്ങുന്നതിനുള്ള ചെക്ക് യെല്ലോ ക്ലൗഡ് MD ശിവപ്രസാദ് ML നിന്ന് നടി ഗായത്രി അരുൺ ഏറ്റുവാങ്ങി. നല്ലൊരു തുടക്കം വേദിയിൽ സംഭവിച്ചിരിക്കുകയാണ്. ബാക്കി നിങ്ങളുടെ കയ്യിലേക്ക് വിടുന്നു. സംപ്രേഷണം ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കഥകൾ ക്യാമറയുടെ പിന്നിൽ നടക്കാറുണ്ട്. അത്തരം നിരവധി കഥകൾ ഷംനാഥ് പുതുശ്ശേരിക്ക് പറയാനാകുമെന്നും അതിനൊപ്പം നിന്ന കേരള വിഷന് ആശംസകൾ നേരുന്നുവെന്നും നടി ഗായത്രി അരുൺ പറഞ്ഞു. പുറത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതിൽ കൂടുതൽ തമാശകളും കഥകളും അതിന്റെ ക്യാമറയ്ക്ക് പിന്നിൽ സംഭവിക്കാറുണ്ട്. ഇപ്പൊ BTS എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഭയങ്കര ഹിറ്റായിട്ട് പല വീഡിയോകൾ ഇറങ്ങാറുണ്ട്. അപ്പൊ അതിനപ്പുറത്തെ കഥകൾ, ഇതുപോലെ ബിഹൈൻഡ് ദ സീൻസ് ഒരുപാട് പറയാനായിട്ട് ഷംനാദിക്കൊക്കെ ഉണ്ടാവുമെന്നറിയാം. അപ്പൊ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ റേറ്റിംഗിൽ 1ാമത് തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വീടുകളുടെയും, എല്ലാ വായനക്കാരുടെയും പ്രിയപ്പെട്ട ഒരു പുസ്തകമായിട്ട്, അവരുടെ പുസ്തക ശേഖരത്തിൽ ഒന്നായിട്ട് ഈ പുസ്തകം മാറട്ടെ. കേരള വിഷൻ പോലെ ഒരു ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മീഡിയയുടെ ആദ്യത്തെ പബ്ലിക്കേഷൻ മേഖലയിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ പുസ്തകമായിട്ട് സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ പുറത്തിറങ്ങുകയാണ്. ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം. കേരള വിഷൻ പബ്ലിക്കേഷൻസിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അഭ്യർത്ഥിച്ചു. ഒരു ഉള്ളടക്കമുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകം, അതാണ് കേരള വിഷന്റെ ആദ്യത്തെ സംരംഭം. അപ്പൊ അത് നമ്മുടെ ഒരു മികച്ച തുടക്കമാകട്ടെ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. തന്നെ പോലെ കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാർ കേരള വിഷൻ പബ്ലിക്കേഷൻസ് വഴി തങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കാലത്തിലേക്ക് അധിക ദൂരമില്ലെന്ന് ഷംനാഥ് പുതുശ്ശേരി പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട്, ഒരു ഷംനാഥ് പുതുശ്ശേരിക്ക് പിന്നാലെ കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാർ കേരള വിഷൻ വഴി തങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരുന്ന ഒരു കാലത്തിലേക്ക് അധിക ദൂരമില്ലാതെ നിങ്ങൾ പോകും. വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ കേരള വിഷൻ ബുക്സ് വായനായോഗ്യമായ, സംപ്രേഷണ യോഗ്യമല്ലാത്ത എല്ലാം വായനായോഗ്യമല്ലാത്തതല്ലാതെ മനസ്സിലാക്കുക. എൻ്റെ പുസ്തകം സംപ്രേഷണ യോഗ്യമല്ലെങ്കിലും അത് വായനായോഗ്യമാണെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും വിലയിരുത്തിയാൽ എനിക്ക് സന്തോഷം. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ,
കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PSCB, മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, COA സെക്രട്ടറിയും സ്വാഗത സംഘം കൺവീനറുമായ നിസാർ കോയപ്പറമ്പിൽ, NE ഹരികുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.